സുഹൃത്തുമൊത്തുള്ള യാത്രക്കിടയിലാണ് ഈ അപൂർവ കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത്. സുഹൃത്തിന് ഇത് അപൂർവമല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഇതൊരു ഗൃഹാതുരത്വം നൽകുന്ന കാഴ്ച തന്നെയായിരുന്നു. രംഗം ചൂടോടെ മൊബൈലിൽ പകർത്തണമെന്ന തന്റെ ആഗ്രഹം സുഹൃത്തിനെ അറിയിക്കുകയും ചെയ്തു. കുറച്ചകലെ ഞങ്ങൾ വണ്ടി നിർത്തി. ഞങ്ങൾക്കു നേരെ നടന്നു വരുന്ന വ്യക്തിയോട് കാര്യങ്ങൾ തിരക്കി. സുഹൃത്തിന് ഇദ്ദേഹത്തെ നേരത്തെ അറിയാവുന്നത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. കന്നുപൂട്ടാൻ കൊണ്ടുപോവുകയാണെന്നും എത്തിപ്പെടേണ്ട സ്ഥലത്തിന്റെ പേരും പറഞ്ഞു തന്നു. ഞാൻ സുഹൃത്തിനോട് തിരക്കി ഈ സ്ഥലത്തേക്കുള്ള ദൂരം എത്ര എന്ന്. അത് കേട്ട ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഇത്ര അധികം കിലോമീറ്ററുകൾ താണ്ടിയാണോ ഇവരുടെ യാത്ര? പറങ്കിമൂച്ചിക്കൽ എന്ന സ്ഥലത്ത് നിന്നാണത്രേ ഇവരുടെ വരവ്. ഒരു കൂസലും കൂടാതെ തന്റെ കാളകൾക്കൊപ്പം എത്ര ദൂരം വേണമെങ്കിലും നടക്കുക എന്നത് 70-കാരനായ മൊയ്തീൻകുട്ടിക്ക് ഹരമാണത്രേ. അദ്ദേഹത്തെയും കാളകളെയും അനുഗമിച്ച ഞങ്ങൾ അവസാനം എത്തേണ്ട സ്ഥലത്തെത്തി. കുറച്ചു മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് കാളകളിൽ മേൽ ചില സാമഗ്രികൾ വെച്ച് കെട്ടുന്ന ജോലിയും നടക്കുന്നതായി എനിക്ക് ക്യാമറയിൽ പകർത്താനും സാധിച്ചു. കരിയും നുകവും കെട്ടുക എന്നാണത്രേ ഈ തയ്യാറെടുപ്പിനെ വിളിക്കുന്ന പേര്. കൊണ്ട് ഇത്തരം ജോലികൾ എടുപ്പിച്ചിരുന്നെങ്കിൽ ഇന്നിത്തരം മിണ്ടാപ്രാണികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രം. കേരളത്തിൽ നിലം ഉഴുതുമറിക്കാൻ കന്നുകാലികളെ ഉപയോഗപ്പെടുത്തുമ്പോൾ തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ കുതിരകളെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ യന്ത്രങ്ങളുടെ കടന്നുവരവ് ഇത്തരം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തിരിച്ചടിയായി. ഈ പാരമ്പര്യ രീതി വിട്ട് ട്രാക്ടർ പോലുള്ള യന്ത്രങ്ങളെ പലരും ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷെ ഇന്നും താനീ ജോലി കൊണ്ടാണ് ജീവിക്കുന്നതെന്നും തന്റെ പ്രവൃത്തിയിൽ സംതൃപ്തനാണെന്നും മുല്ലപ്പള്ളി മൊയ്തീൻകുട്ടി പറഞ്ഞു. ഞങ്ങളിത് ഈ കാര്യം തുടങ്ങിയിട്ട് 10-15 കൊല്ലമായി. അന്ന് മുതൽ ഇന്ന് വരെ നമുക്കുണ്ട്. പിന്നെ ഈ ട്രാക്ടർ വന്നപ്പോൾ കുറച്ച് ഓർമ്മ ഇല്ലാതെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. ട്രാക്ടർ കിട്ടിയാൽ ഇതിലേറെ ഇതിൽ പോവും, പിന്നെ എളുപ്പം സംഗതിയാവും. പിന്നെ ട്രാക്ടർ ഇല്ലാത്ത ഈ പോത്ത സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് പൂട്ടും. പിന്നെ എല്ലാവരും ട്രാക്ടർ പൂട്ടിയാൽ പറ്റൂല. ഈ പറ്റിൽ ട്രാക്ടർ പൂട്ടിയാൽ പറ്റൂല. ആ മേലെ ക്ലിയർ ഉണ്ട്, അടിക്കുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഈ ആൾക്കാർ കന്നിനെ പൂട്ടല്. ചില ആൾക്കാർ അതിനകത്ത് അറിയുന്ന ആൾക്കാർ ഈ കന്നിന് പൂട്ടും. അറിയാത്ത ആൾക്കാർ ഞാൻ പണിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ടറിനും പൂട്ടും. പിന്നെ ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞങ്ങൾ പോകണത്തോളം ഇപ്പോൾ അടുത്തൊന്നും ഒഴിവാകില്ല. ഞങ്ങളിങ്ങനെ പോകണത്തോളം
വിത്ത് ഇടിയിലിനോ നടീലിനോ മുമ്പായി മണ്ണ് ഇളക്കി മറിച്ച് മേൽമണ്ണ് ഇളക്കി പോഷകങ്ങൾ മേലോട്ട് കൊണ്ടുവരുന്നതിനാണ് ഇത്തരം രീതികൾ ചെയ്യുന്നത്. ആദ്യകാല കൃഷിയിൽ മനുഷ്യന് വേണ്ടി ചെയ്തിരുന്ന ഈ സമ്പ്രദായം ഇന്നത്തെ കാലത്ത് സമൂഹത്തിന് വേണ്ടിയും ചെയ്യുന്നു എന്നു മാത്രം. തന്റെ നല്ല പ്രായത്തിൽ തുടങ്ങിയതാണ് ഈ മിണ്ടാപ്രാണികളുമായുള്ള തന്റെ സഹവാസം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് നഷ്ടമല്ല, ലാഭമില്ല. ലാഭം ഒരിക്കലും ലാഭമില്ല. തീറ്റും കാറ്റും കൊടുക്കണ്ടേ, ലാഭമില്ല. ചെയ്തല്ല പെരക്കാർ ദിവസം ചീത്ത അറിയും. കന്ന് ഒഴിവാക്കി ലാഭം തീറ്റ് കാണാൻ വേണ്ടി ഇങ്ങനെ കെട്ടും ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് അതിൽ എപ്പോഴും പണിയെടുക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യം ചെറുപ്പത്തിന് പിന്നെ ചേലായിട്ടേ ആ താല്പര്യത്തിൽ അങ്ങനെ പോരുകയാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. യാത്രക്കിടെ എന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും വ്യത്യസ്ത പരിപാടികളുമായി നിങ്ങളുടെ മുന്നിലെത്തും. അതുവരെ ഗുഡ് ബൈ.